നമുക്ക് ഇന്നൊരു നാടൻ ഞണ്ടുകറി ഉണ്ടാക്കിയാലോ? തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വളരെ ടേസ്റ്റിയായ ഒരു ഞണ്ടുകറി നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിലോട്ടായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് എടുക്കുന്നത്. ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്, ചെറിയ ഉള്ളി ഒരു 5-10 ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള സ്പൈസിക്ക് വേണ്ട സാധനങ്ങൾ: 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കടുക് വറുത്തിടാനായിട്ടുള്ള കടുക്, ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഒരു തേങ്ങയുടെ പാലാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത്. ഇത് 1-ാം പാലാണ്. ഇത് നമ്മൾ അവസാനം മാത്രമേ ചേർക്കുള്ളൂ. ഇത് 2-ാം പാലാണ്. ഇത് ഒഴിച്ചിട്ടാണ് നമ്മൾ ഞണ്ടുകറി റെഡിയാക്കുന്നത്. ഈ ഞണ്ടുകറി നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഏതാണ്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടിയിൽ നമ്മൾ ഞണ്ടുകറി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ, അതിനുശേഷം കടുകിടാം. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇതിലോട്ട് ചേർക്കാം. ഉലുവയും കടുകും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് എന്താ വെച്ചാൽ പേസ്റ്റിനേക്കാളും ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ കിടന്ന് അതിന്റെ പച്ചമണമൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചെറിയുള്ളിയും അതിലോട്ട് ആഡ് ചെയ്യാം. ഇതിലോട്ട് 2 കറിവേപ്പിൻ്റെയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇതിൽ കുറച്ച് എണ്ണ കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിൽ ചേർക്കുകയാണ്. പിന്നെ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പൊ നമുക്ക് അടപ്പ് തുറന്നിട്ട് ഉള്ളിയൊക്കെ വഴണ്ട് എന്നുള്ളത് നോക്കാം. നമ്മുടെ ഉള്ളിയും ഒക്കെ നല്ല പോലെ വഴണ്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട പൊടികളെല്ലാം ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിന്റെ പച്ചമണമെല്ലാം മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പൊ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയുടെ എല്ലാം പച്ചമണം മാറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ചേർക്കാം. ഇനി ഇതിനെ നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ഇതിലോട്ടെല്ലാം ചേർന്ന് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ക്രാബ് ആഡ് ചെയ്യാം.
അപ്പം നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഈ മസാലയിലോട്ട് ചേർന്നിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ ക്രാബ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ക്രാബ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതിൽ നമ്മൾ നാളികേരപ്പാലോ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ട് ഇതിലത്തെ ഈ ക്രാബിലുള്ള വെള്ളവും എല്ലാം കൂടി ഈ ഗ്രേവിയിൽ ചേർന്ന് നല്ലൊരു കുഴമ്പ് രൂപത്തിലാവട്ടെ. അതിനുശേഷം നമുക്ക് നാളികേരപ്പാലൊക്കെ ചേർത്ത് ഇതിനെ വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ക്രാബിലെ വെള്ളമൊക്കെ നമ്മുടെ മസാലയിലോട്ട് ഇറങ്ങി ഒരു ഗ്രേവി പരുവത്തിലായിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2ാം പാലൊഴിച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉള്ളിയിലോട്ട് വഴറ്റാനുള്ള ഒരു ലേശം ഉപ്പേ ചേർത്തുള്ളൂ. അപ്പോൾ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കാം. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഗ്രേവി ഒന്നും കൂടെ തിക്കാവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം അടപ്പ് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അപ്പം നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ഞണ്ട് തേങ്ങാപ്പാലെല്ലാം ചേർന്ന് മസാല എല്ലാം ചേർന്ന് നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല നല്ലൊരു കിടു സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ 1ാം പാലും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കുന്നില്ല. ഇപ്പോൾ ഈ ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് അതെന്തായാലും തിളച്ചോളും. ഇനി നമുക്ക് ഇതിനെ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം.